തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ ക്രൈസ്തവ സമൂഹത്തെ ഹൈജാക്ക് ചെയ്യാൻ വിവിധ പരിപാടികളുമായി CPM-ഉം BJP-യും. കേരളത്തിൽ 20% ക്രൈസ്തവർ. സംസ്ഥാന ജനസംഖ്യയുടെ 20% വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ വോട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന തിരിച്ചറിവിലാണ് വിവിധ മുന്നണികൾ അണിയറയിൽ പരിപാടികൾ ഒരുക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പല വിധത്തിലുള്ള പരിപാടികളാണ് BJP ഒരുക്കുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നാണ് ആ പരിപാടിക്ക് അവർ ഇട്ടിരിക്കുന്ന പേര്. ക്രൈസ്തവ വോട്ടർമാരുമായി അടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംഘടിപ്പിക്കുമ്പോൾ അതിൽ പല വിധത്തിലുള്ള സംഘടനകൾ, കാസ പോലെയുള്ള BJP അനുകൂല സംഘടനകൾ ഭാഗമായി വരും. ഇതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ക്ലാസുകളും ശില്പശാലകളും നടത്തും. ക്രൈസ്തവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും ക്ലാസുകളിൽ പ്രധാനമായും ഉൾക്കൊള്ളിക്കും. കാസയിലെ പ്രവർത്തകർ ഇതിനായി സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ക്രൈസ്തവർക്കുള്ള പങ്ക് നിർണായകമാണ്. അത് BJP-ക്ക് ഏറെ ആശ്വാസം നൽകുന്നു. പൂഞ്ഞാറിൽ PC ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ BJP-യിൽ ചേർന്നത് ക്രൈസ്തവ സമുദായവുമായി അടുക്കാനുള്ള പാലമായി BJP ഉപയോഗിക്കുന്നു. ക്രൈസ്തവ ശില്പശാലകളിൽ ഇടത് വലത് സർക്കാരുകൾ ക്രൈസ്തവരെ അവഗണിക്കുന്നു എന്ന ആരോപണമാകും BJP ഉയർത്തുക. ക്രൈസ്തവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കാനായിരിക്കും BJP ശ്രമിക്കുക. ഇതിനുള്ള ശ്രമവുമായി BJP ഇറങ്ങിക്കഴിഞ്ഞു. മറുവശത്ത് LDF-ഉം ചുമ്മാ നിൽക്കുന്നില്ല. ന്യൂനപക്ഷ സംഗമവുമായാണ് LDF ഇറങ്ങിയിരിക്കുന്നത്. ന്യൂനപക്ഷ സംഗമത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി 1500 പ്രതിനിധികളെ എത്തിക്കാനാണ് CPM-ന്റെ തീരുമാനം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ. KJ മാക്സി MLA-ക്കാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ CPM-ഉം ക്രൈസ്തവ വോട്ടിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിൽ നിന്ന് ചോർന്നിട്ടില്ല എന്ന ആത്മവിശ്വാസം CPM-ലുണ്ട്. എന്നാൽ തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ നന്നായി ചോർന്നു. അതുകൊണ്ട് തന്നെ ഗൗരവപരമായി തന്നെ CPM ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നു. ന്യൂനപക്ഷ സംഗമം ഒരു ചരിത്രമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് CPM. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ ഭക്ത സംഗമം എന്നിവയൊക്കെ സംഘടിപ്പിക്കുന്നത് പല വിധത്തിലുള്ള വോട്ടുകൾ മുന്നിൽ കണ്ടാണ് എന്നത് വ്യക്തം. ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടുകൾ മുന്നിൽ കണ്ട് അയ്യപ്പ സംഗമവും, ന്യൂനപക്ഷത്തിൻ്റെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ വോട്ടുകൾ മുന്നിൽ കണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ വോട്ടുകൾ മുന്നിൽ കണ്ട് ന്യൂനപക്ഷ സംഗമവും ഒക്കെയായി CPM-ഉം അരങ്ങ് കൊഴുപ്പിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ഭക്തരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തരെ കൊണ്ടുവരാനാണ് ശ്രമം. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. സ്റ്റാലിൻ പങ്കെടുക്കുന്ന അയ്യപ്പ സംഗമം ഒരു ചരിത്രമായി മാറും. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ സംഗമം. ന്യൂനപക്ഷ സംഗമത്തിലൂടെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ CPM ശ്രമിക്കുന്നു. അതേസമയം ഒരു സംഗമവും നടത്താതിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് ഇത്തരം സംഗമങ്ങളിലൊന്നും വിശ്വാസമില്ല. സഭാ നേതൃത്വവുമായി നിരന്തരം ഇടപഴകാൻ കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു. CPM-ഉം തങ്ങളുടെ നേതാക്കളോട് സഭാ നേതൃത്വവുമായി സഭയുടെ മേലധികാരികളുമായി നിരന്തരം ഇടപഴകണമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പോരാട്ടവും UDF-നെ സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുക്കലിൻ്റെ പോരാട്ടവുമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അവർക്ക് നേട്ടമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു റിഹേഴ്സൽ തന്നെയാണ്. ആ റിഹേഴ്സൽ ചടുലമാക്കാൻ, ആ റിഹേഴ്സലിൽ വിജയിച്ചു കയറാൻ CPM-ഉം BJP-യും ഇറങ്ങുമ്പോൾ UDF വളരെ പതുക്കെ അവരുടേതായ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. UDF-ലെ പ്രാദേശിക നേതാക്കളോട് കൃത്യമായി
സഭാംഗങ്ങളുമായി ബന്ധപ്പെടാനും സഭാ അംഗങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും KJ മാക്സി MLA ന്യൂനപക്ഷ സംഗമത്തിന്റെ അമരക്കാരനാക്കിയത് CPM-ന്റെ വലിയ ഒരു തന്ത്രമാണ്. KJ മാക്സിക്ക് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ സംഗമം നയിക്കാൻ അദ്ദേഹത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈസ്തവരെ തങ്ങൾ മാനിക്കുന്നുവെന്നും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ തങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ഉള്ള സന്ദേശം ന്യൂനപക്ഷ സംഗമത്തിലൂടെ ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും എത്തിക്കാൻ കഴിയുമെന്ന് CPM വിചാരിക്കുന്നു. എന്തായാലും ക്രിസ്ത്യൻ ഔട്ട്റീച്ചാണോ CPM-ന്റെ ന്യൂനപക്ഷ സംഗമമാണോ വിജയിക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ പറയാൻ പറ്റൂ. അതോ കോൺഗ്രസിന്റെ മൗനമായ തന്ത്രമോ, കോൺഗ്രസ് മൗനമായി നിശബ്ദമായി നടത്തുന്ന പ്രവർത്തനമാണോ വിജയിക്കുക? എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് സംഗമങ്ങളുടെ, ന്യൂനപക്ഷ സംഗമങ്ങളുടെയും അയ്യപ്പ സംഗമത്തിന്റെയും റിയാക്ഷൻ CPM-ന് ലഭിക്കും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിയുമോ എന്ന ആത്മവിശ്വാസം BJPക്ക് ഉണ്ടാകും. അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ BJP ശേഖരിക്കുമെങ്കിൽ അത് വലിയ ഒരു ചരിത്ര സംഭവമായി മാറും. കാരണം തൃശ്ശൂരിൽ ക്രിസ്ത്യൻ സമുദായത്തെ അവഗണിച്ചതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണം. ഇടത് വലത് മുന്നണികൾ ക്രിസ്ത്യൻ സമുദായത്തെ അവഗണിച്ചപ്പോൾ സുരേഷ് ഗോപി ക്രിസ്ത്യൻ മേഖലകളിൽ നല്ല പ്രചരണം തന്നെ നടത്തി. പള്ളിയിൽ സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് വലിയൊരു പ്രചരണം സുരേഷ് ഗോപി നടത്തിയപ്പോൾ കൈവിട്ടുപോയി കാര്യങ്ങൾ. ഇനി ക്രൈസ്തവ വോട്ടുകൾ കൈവിട്ട് പോകരുത് എന്ന ചിന്തയിൽ നിന്നാണ് ന്യൂനപക്ഷ സംഗമം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ മുസ്ലിം വോട്ടുകളും തങ്ങളിലേക്ക് വീഴും. ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ പരമാവധി ശേഖരിക്കുക, അവരെ CPM-ലേക്ക് അടുപ്പിച്ച് നിർത്തുക. ഇതൊക്കെയാണ് CPM-ന്റെ ലക്ഷ്യം. ഇലക്ഷൻ അടുക്കുമ്പോൾ ഞാൻ പൊളിറ്റിക്സ് കേരളം മുമ്പേ പറഞ്ഞിരുന്നു, ഇലക്ഷൻ അടുക്കുമ്പോൾ പലവിധ തന്ത്രങ്ങളുമായി പിണറായി എത്തും. കഴിഞ്ഞ തവണ കോവിഡ് കാലത്ത് പിണറായി നടത്തിയ പത്രസമ്മേളനം സർക്കാരിൻ്റെ മൈലേജ് കൂട്ടി, ഓണക്കിറ്റ് സർക്കാരിൻ്റെ മൈലേജ് കൂട്ടി. ഇത്തവണയും പിണറായി സജീവമായി രംഗത്തുണ്ട്. ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ടും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകിക്കൊണ്ടും ഒക്കെ പിണറായി കളം നിറഞ്ഞ് കളിക്കുന്നു. അതിന് പിന്നാലെയാണ് അയ്യപ്പ ഭക്തരുടെ സംഗമം വിളിച്ചു ചേർക്കുന്നത് പിണറായി വിജയൻ. അതിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. സ്റ്റാലിൻ കേരളത്തിലെത്തിയാൽ അത് വലിയ ചരിത്രമായി മാറും. അതോടൊപ്പമാണ് ന്യൂനപക്ഷ സംഗമവും പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞൻ കളികൾ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളുടെ ഇടയിലേക്ക് CPM-നെ എത്തിക്കുക, അതാണ് പിണറായിയുടെ ലക്ഷ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളതുപോലെ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു ക്രൗഡ് പുള്ളർ ഇപ്പോൾ CPM-ന് ഇല്ല. പിണറായി വിജയൻ മാത്രമാണ് ക്രൗഡ് പുള്ളർ. മുമ്പ് VS അച്യുതാനന്ദൻ ക്രൗഡ് പുള്ളറായിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു തരംഗമായി മാറുമായിരുന്നു. അങ്ങനെ CPM-നെ നയിക്കാൻ ഒരു VS-ന്റെ അഭാവം CPM-നുണ്ട്. പിണറായി വിജയൻ ഒറ്റയ്ക്ക് നയിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. എന്തായാലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ UDF ഒന്നുമല്ലാതായി തീരുമെന്ന് CPM-ന് നന്നായി അറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം UDF-നെ തകർക്കുക, UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലൂടെ പരമാവധി തങ്ങളിലേക്ക് ചേർക്കുക. എന്തായാലും തന്ത്രങ്ങളുമായി BJPയും മറുതന്ത്രവുമായി CPM-ഉം തന്ത്രങ്ങളൊന്നുമില്ലാതെ കോൺഗ്രസും രംഗത്തിറങ്ങിക്കഴിഞ്ഞു.